ഹലോ ഗേയ്സ്, ഇന്നപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയും ഗ്രീൻ ബീൻസ് കറിയും പിന്നെ നമുക്ക് ചാളയും കിളിമീനും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചാള നമുക്ക് മുളക് ചാറും വെക്കണം, കിളിമീൻ ഞങ്ങൾ വറക്കും ചെയ്യും. നമ്മുടെ അബുക്കുട്ടന് പാല് തുമ്മലിന് ശരിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഫോണിന് എന്തോ പ്രോബ്ലം വന്നു, അതാണ് അങ്ങനെ സ്ക്രീനിൽ കണ്ടത് കേട്ടാ. അപ്പം എനിക്ക് ചപ്പാത്തി പരത്തണ ഡ്യൂട്ടിയാണ് ചപ്പാത്തി. അപ്പം നമ്മുടെ മാൾക്കുട്ടീനെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. ഇന്നും ദാദിമയ്ക്ക് ഇന്നലെയും തീരെ വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കപ്പോൾ ഇത്തിരി നേരം വൈകി. അപ്പോൾ ഗ്രീൻ ബീൻസ് കറി ഇന്ന് ഞങ്ങൾ മുളക് പൊടി ഇടാണ്ട് പച്ചമുളക് ഇട്ട് അരച്ച് കുരുമുളക് പൊടി ഇട്ട് നാളികേരത്തിൽ മസാലകളിട്ട് അങ്ങനെയാണ് അരയ്ക്കണത് കേട്ടോ. അങ്ങനെ അരച്ചാണ് ഇന്ന് ഗ്രീൻ ബീൻസ് വെക്കണത്, സബോളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട്. അപ്പോൾ അത് നമ്മുടെ സോറമ്മ വന്നിട്ടുണ്ടായി, കപ്പയ്ക്ക ചിരിഞ്ഞ് വീണ് കിടക്കണുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങോട്ട് തട്ടിയിട്ടൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ദാദിമ കതക് തുറക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ സുറുമിക്കുട്ടി പിന്നാലെ ഓടിയിട്ട് അവൾക്ക് തുറക്കണം കതക്. അതിൻ്റെ ബഹളമാണ് ഈ കാണണത്. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ മത്തങ്ങ അലശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം മത്തങ്ങയും പയറ വെച്ചിരുന്നത്. ഇപ്പോൾ മത്തങ്ങ തന്നെ ഇട്ട് വെക്കുന്നതാണ് മക്കൾക്ക് ഇഷ്ടം. മണിക്കുട്ടനും ദാദിമയ്ക്കൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവർ നന്നായിട്ട് കഴിച്ചോളും. കുറച്ച് മധുരമോടും നമ്മൾ മത്തങ്ങ വെച്ചിട്ട് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മളതിൽ ശർക്കര നാളികേരത്തിൽ നല്ല ജീരകം വെളുത്തുള്ളി ഇട്ട് അരയ്ക്കും. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ആ കറി. അപ്പോൾ മൊയ്തീൻ പോകാൻ നേരമായി. അപ്പോൾ ഇവർ മൂന്നാളും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കണം. നമ്മുടെ മൊയ്തീന് മേടിച്ചു കൊടുത്ത പന്ത് പൂച്ചക്കുട്ടികൾ കടിച്ച് ഈ ഒരു പരുവത്തിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അബുക്കുട്ടൻ കഴിച്ച് അബുക്കുട്ടൻ 8:30 ആയപ്പോഴേക്കും അബുക്കുട്ടൻ പോയിട്ടുണ്ടായി. അബുക്കുട്ടൻ്റെ പനിയും കുറുങ്ങലൊക്കെ കുറവായി, പിന്നോട്ട് ഓട്ടത്തിന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാറ് 1 വർഷം കഴിഞ്ഞു സർവീസിന് കൊടുത്തിട്ട്. പിന്നെ സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾക്കാർ വരും. അപ്പോൾ അതിന് വേണ്ടി വണ്ടിയിലുള്ള നമ്മുടെ മണിക്കുട്ടൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റണതാണ്. ഹോസ്പിറ്റലിലേക്ക് പോയി വന്നിട്ട് ഒക്കെ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു, ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല. ക്ലീൻ വെച്ചാൽ അവൻ്റെ ബെഡും കാര്യങ്ങളും അങ്ങനെ അവൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ ഞങ്ങളെടുത്ത് മാറ്റി. അപ്പോഴേക്കും കാറ് കൊണ്ടുപോകുന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ കാറും കൊണ്ടുപോയി. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കാറ് കിട്ടണത്. അപ്പം ഞങ്ങളുടെ ഓട്ടോറിക്ഷയിലേക്ക് സഞ്ചാരം. പിന്നെ കിളിമീൻ ഇപ്പോഴും ഞാൻ ഊണ് കഴിക്കണ നേരത്ത് വറുക്കാമെന്ന് വെച്ചാൽ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്കുള്ള തല. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.